ദൈവമേ, ബ്രേക്ക് കാണാനില്ല. ചവിട്ടിപ്പറിച്ചെടുക്കരുത്, ഞാനിതൊന്ന് കൊണ്ട് നടന്നോട്ടെ. മുത്തശ്ശൻ പോയി വഴിപാടിന് ചീട്ടെടുത്തിട്ടോ, ഞാൻ ഇവനെ തളച്ചിട്ട് വരാം. കാറിനെ ഞാൻ വിചാരിച്ചു ആനയാണെന്ന്. ഭഗവാനെ, എന്റെ അമ്മോ, ഒട്ടുക്കത്ത ക്യൂ. രാജാവിന് എന്ത് ക്യൂ? വഴിയൊരുക്കടാ. മുൻപന്തിയിൽ. ഉത്തരവ്. രാജാവാണ്. രാജാവാ? ഏത് രാജ്യത്തെ? കൊച്ചി രാജ്യത്തെ. ഞങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരാണ്. പോയി ക്യൂവിന്റെ അവസാനം നിൽക്ക്. ഇതാണ് ജനാധിപത്യം വന്നതിന്റെ കുഴപ്പം. രാജഭരണമായിരുന്നെങ്കിൽ എന്റെ ദർശനവും 3 വെടിയും കഴിഞ്ഞ് ഇവറ്റകളെ ക്ഷേത്ര പരിസരത്ത് അടുപ്പിക്കും. ക്യൂവിൽ നിൽക്കാൻ എന്റെ പട്ടി നിൽക്കും. എന്നോട് പറയരുത്, ക്യൂ എനിക്ക് അലർജിയാണ്, തലയുറ്റി വീഴും. കഷ്ടോ. മാറി നിൽക്കടാ. സഹോദര, നിങ്ങളോടല്ലേ പറഞ്ഞ പുറകെ നിൽക്കാൻ. സഹോദരി, ഈ കൂട്ടത്തിൽ സന്മനസ്സുള്ള ഒരു മുഖം ഞാൻ കുട്ടിയിൽ കാണുന്നു. മോളെ മുത്തച്ഛനെ ഒന്ന് സഹായിക്കണം. കുറച്ച് വഴിപാടുകളുണ്ട്. ക്യൂയിൽ നിൽക്കാൻ വയ്യാഞ്ഞിട്ടാ. ഒരു ഭാഗ്യസൂക്തം, ഒരു ശത്രു സംഹാരം, ഒരു ജലധാര, ഒരു പിൻവിളക്ക്, ഒരു മുൻവിളക്ക് മതി. നാളെ പൂരിട്ടാതി. പേരുണ്ണി വേണ്ട, സൂര്യനാരായണ വർമ്മ എന്ന് തന്നെ ആയിക്കോട്ടെ. ഒരു ശത്രു സംഹാരം, ഒരു ജലധാര, ഒരു മുൻവിളക്ക്, ഒരു പിൻവിളക്ക്, പേരുണ്ണി. അല്ല, സൂര്യനാരായണ വർമ്മ എന്ന് എഴുതിയാൽ മതി. ആളുടെ നാളേതാ? നാളെ പോരിട്ടാതി. ഒന്ന് വിട്ടുപോയി, ആളുടെ പേരിൽ ഒരു ഭാഗ്യസൂക്തം കൂടി. എന്താ? ഒന്നുമില്ല. വഴിമാറ്. എത്ര നാളായി തുടങ്ങിയിട്ട്? എന്ത്? ഒന്നും അറിയാത്ത പോലെ പറയാണ്ട് ഞാൻ വിടില്ല മോളെ. ഞാൻ കണ്ടു. എന്ത് കണ്ടൂന്ന്? പറയട്ടെ. വഴിപാട് കഴിക്കണ ഞാൻ കണ്ടു. അതിനെന്താ? എന്നെ അത്രക്ക് ഇഷ്ടാണോ? ശരിക്കും ഇഷ്ടം എന്നുമല്ല തുടങ്ങിയത്. ആദ്യം എന്നെ കണ്ടത് എവിടെ വെച്ചാ? ഊളംപാറയിൽ വെച്ച്. എനിക്ക് എന്താ വേണ്ടേ? പട്ടാണെന്ന് തോന്നുന്നു. മര്യാദക്ക് കൊണ്ടോണ്ടിരുന്ന എന്നെ വിളിച്ച് ചോറില്ലെന്നാ. വിടില്ല ഞാൻ. നിന്നെ ഒരു കാര്യം പറയട്ടെ. എന്താ? വിടില്ല ഞാൻ. പറയണ്ട, വിടില്ല ഞാൻ. ഞാൻ ആദ്യം കണ്ടത് ഇന്നാണെങ്കിലും കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇപ്പൊ ആരുമില്ല, ആരും കാണില്ല. വേഗം പറഞ്ഞോളൂ. ഞാൻ എന്ത് പറയണെന്നാ താൻ പറയണേ? ഐ ലവ് യു എന്ന് വേഗം പറ. ഇത്രയും കാലം ഉള്ളിൽ ഒളിപ്പിച്ച സ്നേഹം പുറത്ത് കാണിക്ക് പൊന്നെ. തനിക്ക് എന്താ വേണ്ടേ? ഞാൻ ആരാന്ന് വിചാരിച്ചാ സംസാരിക്കണേ? ഇയാള് കൊറേ നേരമായിട്ട് എന്നെ. ഒന്നുമില്ല, ഞാൻ കുട്ടിയോട് സമയം ചോദിക്കരുത്. തന്റെ വാച്ചുണ്ടല്ലോ. പറഞ്ഞോലെ എന്റെ വാച്ചുണ്ടല്ലോ. അല്ല, എന്നെ സമയം ശരിയാണെന്ന് ഞാൻ ചോദിക്കരുത്. തന്റെ സമയം മോശമാക്കാതെ പോടൂ. ഇത് അമ്പലപ്പറമ്പാ, നാട്ടുകാരുടെ പെട്ട പൂരപ്പറമ്പാവും. പേടിപ്പിക്കൊന്നും വേണ്ട. അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കല്ല, ഞാൻ തേങ്ങ ഉടയ്ക്കും. ഒന്ന് പോടൂ. എന്ത് പോടർക്കാ? നീ ഇതെവിടെയായിരുന്നു മോനെ? നീ കുളത്തിൽ പോയെന്നും പറഞ്ഞ ഭൃത്യം നിന്നെ തപ്പാൻ പോയിരിക്കാ. എന്റെ തല മുട്ടയടിക്കുന്ന വഴിപാടാണെങ്കിൽ നീ നേരണ്ട. അതല്ല മുത്തശ്ശ, ഒരു പെൺകുട്ടി ഞാൻ അറിയാതെ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഇന്ന് അവളെ കയ്യോടെ പിടിച്ചു മുത്തശ്ശ. എന്റെ ഊരും പേരും നാളും നക്ഷത്രം എല്ലാം അവക്കറിയാം. എന്റെ പേരിൽ ഞാൻ അറിയാതെ അവൾ ഇന്ന് വഴിപാടുകൾ കഴിച്ചത് ഞാൻ കണ്ടു. അവൾ എന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട് മുത്തശ്ശ. നീ ഇതേത് പെൺകുട്ടിയുടെ കാര്യം പറയുന്നേ? ഒരു സുന്ദരി മുത്തശ്ശ. ദാ വരണ കുട്ടിയാ. അടടാ, ഈ കുട്ടിയോ? എങ്ങനെയുണ്ട്? കൊള്ളാം. കൗണ്ടർ നല്ല തിരക്കായതുകൊണ്ട് വഴിപാട് നടത്താൻ ഞാനാ നിന്റെ നാളും പേരും പറഞ്ഞ് ഇവളുടെ കാശ് കൊടുത്ത് ഏൽപ്പിച്ചത്. അപ്പൊ ഈ കുട്ടിക്ക് എന്നെ അറിയില്ല? ഇല്ല. കുറച്ചു നേരം കൂടി കഴിയരുതെങ്കിൽ ഇഷ്ടപ്പെട്ട് ഞാൻ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ. അയ്യോ. ഇതാ വഴിപാട് നടത്തിന്റെ റെസീറ്റും ബാക്കി കാശും. ഈ വായി നോക്കിയാണ് സൂര്യനാരായണ വർമ്മ. ബാക്കിലുണ്ട്. ഇയാൾ ആരാ മുത്തശ്ശന്റെ? എന്റെ അകന്ന ഒരു ഫ്രണ്ടാ. തൽക്കാലം ബാക്കി നിർത്തിയിരിക്കുക. ഈ കോന്നിന് വേണ്ടി എന്തിനാ വഴിപാട് നടത്തി വെറുതെ ദൈവങ്ങളെ ബുദ്ധിമുട്ടിക്കണേ? ആ കാശിന് വല്ല അന്നദാനം നടത്തിയ മുത്തശ്ശന് പുണ്യം കിട്ടും. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. ഒരുപാട് ഒരുപാട് ഇഷ്ടായി. ഇന്ന് നടന്ന വാശിയേറിയ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനത്തേക്ക്
സൂര്യനാരായണ വർമ്മ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വൈസ് ചെയർമാനായി എം.സി. മാത്യുവും ജനറൽ സെക്രട്ടറിയായി വിനേഷ് കുമാറും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച എന്റെ സുഹൃത്തുക്കളോട് എന്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ന്യായമായ ഏതാവശ്യത്തിനും നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. ഉദാഹരണത്തിന് ബസ് കൺസെഷൻ പ്രോബ്ലം, വിദ്യാർത്ഥികളെ കണ്ട് നിർത്താതെ പോകുന്ന ബസ്സുകാർക്കെതിരെ, സർക്കാർ അനുവദിച്ചിട്ടുള്ള കൺസെഷൻ നൽകാത്തവർക്കെതിരെ നമ്മൾ ശക്തിയായി പ്രതികരിക്കും, നേരിടും. ഒരു മുതലാളിത്ത ശക്തിക്കും നമ്മളെ തടയാനാവില്ല. പിള്ളേരെ കേട്ടോ, നിന്നോടാരാ പറഞ്ഞേ? എടാ, ലക്ഷങ്ങൾ മുടക്കി ബസ് വാങ്ങിച്ചിട്ടിരിക്കുന്നത് ആരാന്റെ പിള്ളേരെ 25 വയസ്സേക്കും 50 വയസ്സേക്കും സ്കൂളിൽ കൊണ്ടാക്കാനല്ല. അല്ലെങ്കിൽ തന്നെ ഈ പഠിപ്പുള്ളവന്മാരെ എനിക്ക് എന്റെ കണ്ണിനടുത്ത് കണ്ടുകൂടാ. ഈ ഞാൻ ഒരൊറ്റ ക്ലാസ് പഠിക്കാതെ ഈ നിലയിലെത്തിയത് അത് നിനക്കറിയാവോ? അത് പെരുമാറ്റത്തിന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താ എന്നിട്ട് എന്ത് നല്ല പെരുമാറ്റം എന്ന് പറയായിരുന്നു. നമുക്കും ഇല്ലേ സാറേ പിള്ളേര്? എന്റെ കുട്ടികളും ഈ ബസ്സിനെ ആശ്രയിച്ചാ സ്കൂളിൽ പോണത്. അതുകൊണ്ടാ പിന്നെ ഞങ്ങള് അത് കണ്ടോ, എന്റെ പെങ്ങടെ മോള അനന്തരവൾ ഡോക്ടറാകാൻ പഠിച്ചിട്ട് വരിക സ്വന്തം കാറിൽ. കാറുള്ളവർ മാത്രം പഠിച്ചാ മതി. നാളെ മുതൽ ഒറ്റ പിള്ളേരെ നമ്മുടെ ബസ്സിൽ കയറ്റി പോരുത്. അത് നടക്കില്ല മുതലാളി. എന്താ? പിള്ളേര് സമ്മതിക്കില്ല. ലോ കോളേജിലെ പുതിയ ചെയർമാന്റെ നേതൃത്വത്തിൽ കുറെ വിദ്യാർത്ഥികൾ വണ്ടി തടഞ്ഞിട്ട് ഞങ്ങൾക്ക് വാണി തന്നിരിക്കുക. പിള്ളേരെ കയറ്റില്ലെങ്കിൽ ബസ്സിലിട്ട് ഞങ്ങളെ കത്തിച്ചു കളയും. പിള്ളേരെ കയറ്റിയാൽ നിങ്ങളെ ഞാൻ കത്തിക്കും. പാലായിന്ന് കൊച്ചിക്ക് വരുമ്പോഴേ ഈ പ്രഭാകരന്റെ ഒരു പുണ്ണാക്കും ഇല്ലായിരുന്നു. ഒറ്റ ബസ്സിൽ തുടങ്ങിയതാ. ഒരുപാട് കാലം വളയം പിടിച്ചിട്ടാ ഈ 1:40 എനിക്കറിയാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ആ താക്കോലിക്ക് തന്നടാ, ഇങ്ങോട്ട് താടാ. അതെ, വേണ്ട മുതലാളി, വേണ്ട. പോയി വണ്ടിയെ കേറടാ. മുതലാളി, ഞാൻ പറഞ്ഞു കേൾക്ക്. വേണ്ട വേണ്ട, ഓടാ. വേണ്ട മുതലാളി, ആ പിള്ളേര് കേറിക്കോട്ടെ. അവിടെ ഓടി പഠിക്കട്ടാ. മുതലാളി, പിള്ളേരോടാണ് കളി. ഇനി എന്തൊക്കെ സംഭവിക്കുമാവോ? സ്റ്റുഡൻസിന്റെ അടുത്താണോടോ തന്റെ കളി? പൂത്താങ്കിരി. വണ്ടി വേണമെങ്കിൽ കോളേജിൽ നിർത്തോ. ഇതാ മുതലാളി, ഞാൻ വേണ്ട വേണ്ട എന്ന് പലവട്ടം പറഞ്ഞത്. ഇമാതിരി ചവിട്ടന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുക. വല്ലതും പറ്റിയ